ജീവിതം പല അടരുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. പ്രത്യേകിച്ചും ഇൻഫർമേഷൻ ടെക്നോളജി വലിയ രീതിയിൽ മാറി വരുന്നു. AI-യുടെ ഒരു ഉത്ഭവം നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി എന്നുള്ളതിനെ മാറ്റിമറിക്കുന്നുണ്ട്. അത് ലോകത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ കലയ്ക്ക് അതിനകത്ത് ഒരുപാട് ഇടപെടാണ്ടെന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തിലാണ് നമ്മളിപ്പോഴും പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യണ ഇപ്പം ആർട്ടിൽ എത്ര ദൂരം പോകാൻ പറ്റുമോ അത്ര ദൂരം പോവുക. അതിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക. സന്തോഷത്തോട് ജീവിക്കുക. എല്ലാ കാലത്തും എല്ലാ യാത്രകളും ഒന്ന് അവസാനിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ കാലത്തും നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നതാണ് വലിയൊരു ഭാഗ്യം. ആ യാത്രകളുടെ ഒടുക്കം ഇല്ലാതിരിക്കട്ടെ, എല്ലാ മാറ്റങ്ങൾക്കൊപ്പം നമ്മളും സഞ്ചരിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ്. അതാണൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അത് ഏത് കലയായിട്ടും എല്ലാ കലകളായിട്ടും നമ്മൾ സംവേദനം നടത്തുക എന്നുള്ളതാണ്. നമ്മുടെ ആയുസ് ഒറ്റുന്നതാണ് പല വർഷം, നമ്മുടെ കാലം തീരും നമ്മൾ തീരുന്നു എന്നുള്ളതാണ്. അത്രയും വർഷങ്ങൾക്ക് നമ്മൾ ഒരു അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. नेक और अच्छा बनना चाहिए. जिंदगी खुदा का एक अजीम तोहफा है. സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക. ബിസിനസ് തന്നെയാണ് ബിസിനസ് ചെയ്യണതാവും നമ്മുടെ നല്ല ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് മാൻ ഏതെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യാൻ. അല്ലെങ്കിൽ in this humongous universe, I am just a combination of a few atoms with a coded consciousness living among the homogeneous yet different, mysterious, living and non-living bodies, rational, emotional. ഓരോ ദിവസവും ഓരോരോ ജീവിതമാണ് നമ്മൾ ജീവിച്ചു പോകണേ. അതുകൊണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ ഓരോർക്കും പ്രഡിക്റ്റബിൾ അല്ല. ഒറ്റ വാക്കിയപ്പോഴാണെന്ന് വെച്ചാൽ ഇപ്പോൾ മൊത്തത്തിൽ ഇടപെടിച്ചിരിക്കുന്ന അറിയാം. കൂടുതൽ കുറേ ആൾക്കാർ ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിൽ തന്നെ ഡ്രഗ്സും കാര്യങ്ങളും പിന്നെ ലിറ്ററേച്ചർ റേറ്റ് കുറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. लाइफ इन 2025 बहुत बेसी कम्प्लेक्स, മെക്കാനിക്കൽ, ജാൻട്രിക് হৈছে. നമ്മൾ മരിക്കുന്നതിന് മുമ്പേ നമ്മൾ നാലാൾ അറിയണം. നാലാൾ അറിഞ്ഞ് തന്നെ നമ്മൾ മരിക്കണം. അല്ല, നമ്മൾ ഇത്രയും നാൾ നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടില്ലേ, അതേപോലെ അവർ കിടന്ന് കഷ്ടപ്പെട്ടെന്നുള്ളത്. ഞാൻ 14 വയസ്സിൽ തുടങ്ങിയ പണിയാണ്. അപ്പോൾ ഇത്രയും കാലം പണിയെടുത്തത് അവർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്ത അവർക്കുണ്ടാവും. അത്രേ ഉള്ളൂ. At the end of it, it is just about disappearing with the knowledge. And I become that piece of information myself. The knowledge, if I have, I could code another universe with it or replenish the existing. ജീവിതത്തിനെ കുറിച്ച് പറയാനായിട്ട് എപ്പോഴും നമ്മൾ ഒറ്റക്ക് തന്നെ ഇരിക്കുമ്പോഴാണ് നല്ലത്. എന്ന് വെച്ചാൽ കല്യാണം കഴിക്കണേക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം ഉണ്ടാകും. ഇതല്ലെങ്കിൽ പിന്നെ കെട്ടിയ ചേട്ടാ അവിടെ പോട്ടെ ഇവിടെ പോട്ടെ, അതിനേക്കാളും നല്ലത് നമുക്ക് ഒറ്റക്ക് തന്നെയാണ്.
പിന്നെ കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കെന്ന് വെച്ചാൽ പിന്നെ പിള്ളേരായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നാണ് സന്തോഷം. हमारी जो इच्छा है कि हम आगे भविष्य में अपनी एक बड़ी सी कोठी बनवाएं और हमका चाहते हैं कि ना हमारे सारे सपने पूरे हो जाएं. എനിക്ക് തോന്നുന്നു എവറി ഇൻഡിവിജ്വൽ ഹാസ് എ സ്റ്റോറി ടു ടെൽ. ഇറ്റ്സ് ലൈക്ക് എ നറേഷൻ. എവറി ലൈഫ് ഇസ് എ ഫോം ഓഫ് നറേഷൻ, എ സ്റ്റോറി. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നതിനേക്കാൾ അപ്പുറമുള്ള ജീവിതങ്ങളായിരിക്കാം എല്ലാം. നമുക്ക് തന്നെ മെയിൻ ക്യാരക്ടേഴ്സും വില്ലൻസും സൈഡ് ക്യാരക്ടേഴ്സൊക്കെ ഉള്ളൊരു നറേഷനാണ്. സോ വി ഹാവ് എ ലോട്ട് ഓഫ് ഇൻസിഡൻസ്. അതിൽ നിന്ന് നമ്മൾ നന്നായി എന്തെങ്കിലുമൊക്കെ നല്ല ലെസൺസ് പഠിക്കുന്നു. ആൻഡ് അറ്റ് ദി എൻഡ് എവറിത്തിങ് ഇസ് ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ദാറ്റ്സ് മൈ വ്യൂ ഓൺ ലൈഫ്. സംടൈംസ് ഇറ്റ്സ് നോട്ട് ഫെയർ. വി മൈ തിങ്ക് ദാറ്റ് ഇറ്റ്സ് നോട്ട് ഫെയർ. ദേ കുഡ് ബി റീസൺസ്. 2025 വെച്ച് നോക്കാനാണെങ്കിൽ ഇപ്പം നേഴ്സുമാരുടെ ലൈഫ് അവർ കൂടുതലും ഫ്യൂച്ചറിലേക്ക് സെറ്റിലാവാനാണ് കൂടുതലും നോക്കുന്നത്. കാരണം എല്ലാവരും തന്നെ പുറത്തോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. ആരും തന്നെ നാട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സാലറി ഉണ്ടെങ്കിൽ തന്നെയും ആ സാലറി കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും പുറത്തോട്ട് പോകാൻ നോക്കുന്നത്. പണ്ടത്തെ കാര്യങ്ങൾ വെച്ച് നോക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് నర్సుమాരുടെ లైఫ్లో. ఇప్పటిదాకా 2025 ఎలా ఉంది అంటే ఒక మంచి చెడుల సంగమంలాగా ఉంది. ఎలా అంటే పహల్గమా అటాక్, అది చెప్పుకోవాలంటే చాలా సాడ్. తర్వాత మనం జనవరిలో చంద్రయాన్ వెళ్ళింది. సో చంద్రయాన్ వేర్ మనం ఒక చంద్రుడి మీద ఎవరు సాధించలేనిది, ఏ దేశం సాధించలేనిది మనం ఒకటి సాధించాం. అలాగే లైఫ్ కూడా అలానే ఉంది. అప్స్ అండ్ డౌన్స్ ఉన్నాయి, అన్నీ ఉన్నాయి. సో ఫార్ ఇట్స్ ఎ మిక్స్డ్ ఫర్ మీ. ചേട്ടനെ കൂടി പെണ്ണ സ്ഥിരം ഇത് തന്നെ പരിപാടി. അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ ബസ്സിന് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ പറയും കയ്യെ കയറി ഒറ്റപ്പെടുത്തോളൂ. എന്നിട്ട് പറയും പോലെ 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 ക്രോസ് ചെയ്യാൻ നിനക്ക് തന്നെ ചാകാനാണ് ധൃതി എന്ന് ചോദിക്കും. അപ്പം പിന്നെ എനിക്ക് ഭ്രാന്താവും. അപ്പം അത് കാരണം കൂടുതലും പുള്ളിക്കാരനായിട്ട് പോകാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാനും എൻ്റെ മക്കളും കൂടി പോകും, ഞങ്ങൾ കറങ്ങി പഠിച്ച് വരും. আত্মীয়তা বোলা বস্তুটো নাই আজিকালি. বিশ্বাস কমি গৈছে মানুহৰ ওপৰত. অকল ইটোৱে সিটোক কেনেকৈ ইউজ কৰিব পাৰি, কেনেকৈ অপৰচুনিটিটো ল'ব পাৰি, সেইটো চিন্তাতে থকা নিচিনা লাগে. কিবা শান্তিটো নাইকিয়া নিচিনা হৈ গৈছে. কি জানো হ'ব নাজানো. টেকন'লজিকেলিতো বহুত উন্নতি কৰিছে. ইমানেই বেছি উন্নতি কৰিছে যে বেলেগ বেলেগ প্লেনেটলৈ আমি স্থানান্তৰ হ'বলৈ ৰেডি হৈ গৈছোঁ. কিন্তু এটা কথাও আমি ভাবিব লাগিব যে আমি মেচিনবিলাকৰ লগত মেচিনৰ আমি নোৱাৰিছোঁগৈ বলে. উই ডু নট ৰান মেচিনছ নাও. ইটছ দি আদাৰ ৱে ৰাউণ্ড. মেচিনছ ৰান আছ. চ' মোৰ মতে we have to stop, we have to wait, and we have to think কি দিশে আমি অগ্ৰসৰ হৈছোঁ. Otherwise it's life has become a vegetable. একো ടേസ്റ്റ് নাই আৰু. ലൈഫ് സെറ്റിലാവണമെന്നാണ്, ഒരു പുറത്തോട്ട് പോകണമെന്നാണ് എനിക്കും ആഗ്രഹം. അതിനേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല കെയർ കൊടുക്കുക, പേഷ്യൻസിനെ നന്നായിട്ട് നോക്കുക, ശ്രമിക്കുക. അതൊക്കെയാണ് ആഗ്രഹം. ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. ആ ജീവിതം സന്തോഷത്തോടെ ആസ്വദിച്ച് ജീവിക്കുക. What I want to achieve yet, sometimes it's definitely the material possessions. Oh, maybe ഒരു വീട് like a very ഭയങ്കര വലിയ വീടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലക്ഷറി കാർ ആയിരിക്കാം. അങ്ങനെ ആയിരിക്കാം ചില സമയത്ത് തോന്നുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില സമയത്താണെങ്കിൽ നോ സ്ട്രെസ് ഫ്രീ ആയിട്ട് എണീക്കുക, ലേറ്റ് മോർണിംഗ്സ്, just taking your kids to the park and watching them enjoy their day. അതായിരിക്കാം. So I think it's a balance. But most importantly, I think when you look back, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓക്കെ I did the right thing, അല്ലെങ്കിൽ that was a good decision എന്ന് ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ളതാണ് എനിക്കിനി അച്ചീവ് ചെയ്യാനുള്ളത്. കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാനത് ചെയ്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിനേക്കാളും ഞാനത് ചെയ്തല്ലോ, റിഗ്രറ്റ്സ് ഉണ്ടാവാൻ പാടില്ല ഇൻ ദ ഫ്യൂച്ചർ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. और 25 के बारे में बताऊं कि जैसे जगह जगह हवाई जहाज गिर रहे हैं, बाढ़ आ रही हैं, तूफान आ रहे हैं, बादल फट रहे हैं, ये सब तबाहियाँ मच रही हैं. ये सब ख़त्म हो जावे और सब लोग खुशी खुशी रहें. हमारी बस यही इच्छा है. राम राम. అంబిషన్ అంటే
ఎప్పుడైనా నాలెడ్జ్ అనేది అల్టిమేట్ అంబిషన్. సో నాలెడ్జ్ అనేది గెయిన్ చేయాలి, జ్ఞానం అనేది గెయిన్ చేయాలి, అది స్పిరిచువల్గా కానీ చదువులో కానీ ఎలాగైనా. Ambition in life, as of now বহুত কৰিলোঁ আৰু নিজৰ বাবে, এতিয়া লোকৰ বাবে কৰিব বিচাৰোঁ. পাৰ্টিকুলাৰলি জীৱ জন্তু, বুঢ়া মানুহ, এজেড পপুলেশ্যন, এক কথাত ক'ব গ'লে দ্য লেছ ফৰ্চুনেট ওৱানছ. এইম একেই আছে, আই ৱান্ট টু আৰ্ণ মোৰ, বাট আই ৱান্ট টু স্পেণ্ড অন দেম. সেইটোৱে প্লেন কৰিছোঁ, কি হয়গৈ ওপৰলা কথা. ഇപ്പോൾ മക്കളുടെ കല്യാണം കഴിഞ്ഞ് അപ്പോൾ ഇനിയുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ പിള്ളേരായിട്ട് ഒന്ന് ട്രെയിനിൽ ഒരു ദിവസം യാത്ര ചെയ്യണം. എന്താ വെച്ചാൽ ഞാൻ കമ്പനിയിലൊക്കെ പോയിട്ടുണ്ടേ, ദൂരയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വെച്ചാൽ എന്ത് രസമാണ്, ചായയൊക്കെ കുടിച്ച് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് പിള്ളേരെ കൊണ്ട് പോകണമെന്നൊരാഗ്രഹമുണ്ട്. ഇനി വേറെ പ്രത്യേകിച്ച് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഒന്നുമില്ല, വലുതാവും ആഗ്രഹിച്ചിട്ട് കിട്ടില്ല. ജീവിച്ചിരിക്കലേ ഒരു കലയാണ്. ഒരു കാലഘട്ടത്തിൽ ഈ കല സമരമാക്കിയതാണ് ജീവിതത്തിന്. അങ്ങനെ ജീവിതത്തിൽ കലയും സമരവും കൂടി സന്നിവേശിപ്പിച്ച് ഒരു തലമുറകളിലൂടെ കടന്നു പോയിട്ട് ഈ തലമുറ വന്നപ്പോൾ അതൊരു ലഹരിയായിട്ട് മാറി. ഇവിടെ സമരമൊന്നുമില്ല, ജീവിച്ചിരിക്കൽ ഒരു രാസലഹരിയായിട്ട് മാറി. ഇന്നത്തെ തലമുറകൾക്ക് സമരം എന്തെന്നറിയില്ല, ജീവിച്ചിരിക്കലിനെ കുറിച്ചുള്ള വില അറിയില്ല, ആർട്ടെന്തെന്നറിയില്ല. അവരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാസലഹരി ജീവിതം. പാർട്ടി പ്രവർത്തനവും രാഷ്ട്രീയവും കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് ജനങ്ങൾക്ക് സേവിക്കുക, അവർക്ക് സഹായം ചെയ്യുക എന്നത് മാത്രമാണ്. കക്ഷി രാഷ്ട്രീയം വേണ്ട, പക്ഷെ നമുക്കൊരു പേഴ്സണലി ഒരു പൊളിറ്റിക്സ് വേണം. നമുക്ക് നമ്മുടെ നിലപാട് വേണം, അതാണ് നമ്മുടെ പൊളിറ്റിക്സ്. ഇപ്പോൾ റീറ്റെയിൽ ഫീൽഡിൽ നിന്നിട്ട് ഏകദേശം ഒരു 6 കൊല്ലം. അപ്പോൾ അതിൽ നിന്നിപ്പോൾ അടുത്ത സ്റ്റേജ് വെച്ചാലും ഇതിനെക്കുറിച്ച് ഒരു ഏകദേശം ഒരു ഐഡിയ അറിയാം. ചെറിയൊരു സൈഡ് ബിസിനസ് ആയിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഷോപ്പ് തുടങ്ങിയിട്ട് അങ്ങനെ എന്തെങ്കിലും തുടങ്ങാനുള്ള ഒരു മൈൻഡ് നോക്കണ്ട. ഇനി ഫ്യൂച്ചറിലേക്ക് ഞാൻ നോക്കണം ഉദ്ദേശിക്കണമെങ്കിൽ പോലും. കാരണം 9 to 5 ജോബിനെ മോശമാക്കി പറഞ്ഞതല്ല, പക്ഷെ നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഇതുപോലൊരു സ്റ്റേജിൽ ജീവിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം. നമുക്ക് ഒരു നോർമൽ മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ബിസിനസ് തന്നെയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. കാരണം ഈ തലമുറ തന്നെയാണ്. ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, കുറച്ചുകൂടി അറിയപ്പെടാമെന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഗെയിമേഴ്സ് വരുന്നുണ്ട്. മണിയാണ് മെയിന്. അതെങ്ങനെയൊക്കെ ഉണ്ടാക്കാം, എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കാം, അതാവണം നമ്മളൊരു ഇപ്പോൾ എൻ്റെ കറൻ്റ് അംബിഷൻ. मेरा सपना है, मैं ज़्यादा पैसा चाहिए, मैं बड़ा आदमी बनना चाहता है, मैं बड़ा बिजनेसमैन बनना चाहता हूँ. നമ്മളിപ്പോൾ ഒരു കമ്പനി കയറുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ചെയ്യണ കാര്യങ്ങൾ നമ്മൾ ബിസിനസ്സിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ബിസിനസ് ചെയ്യണതാവും ഒന്നുകൂടി നല്ലത്. हमारा ये केरला अच्छा है, गुड है. हमारा यहाँ ज़्यादा वर्ष हो गया, 15 वर्ष 15 वर्ष. मैं इधर केरला नल्ला बिजनेस, अच्छा बिजनेस, गुड. आदमी मलयाली लोग अच्छा है, थोड़ा अच्छा भी है, थोड़ा कचड़ा भी है.
ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഡ്രീം. പിന്നെ കുറച്ചുകൂടി സമാധാനമായിട്ട് പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു ലൈഫ് ഭാവിയിലുണ്ടാകണം എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. എപ്പോഴും നമ്മൾ ഓരോന്നിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കാതെ അധികം സ്ട്രെസ്സില്ലാതെ നന്നായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് തന്നെ സംഹൗ എങ്ങനെയെങ്കിലും നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. എഫേർട്ട് ഇടും, പക്ഷെ എനിക്കൊരു ഗോളില്ല, അല്ലെങ്കിൽ ഇന്നൊരു പോയിന്റ് ഉണ്ടെന്നല്ല. പക്ഷേ ദർ ആർ ലോട്ട്സ് ഓഫ് സംതിങ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ మేఖలകളിലും കൈവെക്കണം എന്നുണ്ട്, എല്ലാവരെ കൂടി മിങ്കിൾ ചെയ്യണം ఎన్నుండి ഒരു సోషల్ లైఫ్. సో మీరు అడిగిన క్వశ్చన్కి నా అల్టిమేట్ ఎయిమ్ ఇన్ మై లైఫ్ అంటే ఏంటంటే, నాకు ఏదైనా స్టార్ట్అప్ చేయాలి, నలుగురికి సహాయం చేసి డబ్బులు సంపాదించాలి. అట్ ద సేమ్ టైం నాకు ఆర్ట్ అండ్ ఎడ్యుకేషన్ అంటే చాలా ఇష్టం. అందులో నలుగురికి చదివిపించి డబ్బులు సంపాదించాలనేది నా అల్టిమేట్ ఎయిమ్ ఇన్ మై లైఫ్. అండ్ ఈ 2025లో నా గోల్ వచ్చేసరికి ఈ ఎయిమ్ని ఎంత తొందరగా అయితే అంత తొందరగా స్టార్ట్ చేసి ఆ స్టార్టప్ని మొదలుపెట్టి ఎంతో కొంత డబ్బులు సంపాదించాలి. అండ్ ఐ వాంట్ టు గెట్ లీన్ ఇన్ 2025 అనమాట. అండ్ వాట్ ఐమ్ ఐ థింకింగ్ అబౌట్ లైఫ్ అంటే, నేను ఒకటి ఫాలో అవుతాను అనమాట. ద షో మస్ట్ గో ఆన్. പിന്നെ ജീവിതം എന്ന് വെച്ചാൽ ഒരു നാലുമോ കളി പോലെ അല്ലല്ലോ അല്ലേ ചേട്ടാ? ഇപ്പം നല്ല രീതിക്കാണ് പോണത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ കുടുംബശ്രീ ഹരിതകർമ്മസേന എടുക്കണം. ഞങ്ങൾ പ്ലാസ്റ്റിക് പിന്നെ റോഡിലടിക്കണ ചോറൊക്കെയാണ് എടുക്കണം. പണിയെടുക്കുക, എവിടെയെങ്കിലും നല്ലൊരു സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ജീവിക്കുക, അതൊക്കെയാണ് നമ്മുടെ ഒരു മൈൻഡ്. അല്ലാതെ അങ്ങനെ ഊസറായിട്ടുള്ള ഇതിലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കണമെന്നില്ല. അല്ല, ജോലി ചെയ്ത് കുഴപ്പമില്ലാത്ത ജോലിയാണ്. ഞങ്ങളുടെ കുറേ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ജോലി ചെയ്യുന്ന നല്ല രീതിയിലാണ് പോണത്. ഇങ്ങനെ ഈ ജോലിയൊക്കെ ആയിട്ട് പെട്ടെന്ന് ഞങ്ങൾക്കൊരു പനിയോ കാര്യങ്ങളോ വന്നെങ്കിൽ അങ്ങനെ വരുന്നില്ല. എന്നാലും കാര്യമായിട്ടുള്ള അസുഖങ്ങൾ എല്ലാവർക്കും വന്ന് സർവീസ് തേക്കാണ്ടൊക്കെയാണ് മിക്കവരും പോണത്. അതിൽ ഇങ്ങനെ അസുഖം വന്നു പറഞ്ഞ് ഞങ്ങളാരും പേടിക്കുന്നുമില്ല. എന്നുവെച്ചാൽ എനിക്ക് ഇതുപോലെയൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്കൊക്കെ ഇങ്ങനെ ഒരു ഇത് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കൽപ്പണിക്ക് പോയിരുന്ന വെച്ചാൽ പയ്യനാണ്. 18 വയസ്സിലാണ് ഞാൻ കൽപ്പണിക്ക് ഇറങ്ങിയത്. ആ 18 വയസ്സിൽ കൽപ്പണി ഇറങ്ങി ഓരോരോ കൽപ്പണിക്ക് ഓരോ സ്ഥലത്തൊക്കെ പോയി ഇപ്പോൾ ഇവിടത്തോളം കൊച്ചിൻ കോർപ്പറേഷൻ വരെ ഞാനിപ്പോൾ എത്തി. ചിലപ്പോൾ ഇനി ഇവിടുന്ന് അംഗങ്ങളൊക്കെ പോകുമെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെയാണ് ഒരു മൈൻഡ്. ഇതുകൊണ്ട് ഞങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നില്ലേ. മറ്റുള്ള എല്ലാ മേഖല പോലെ തന്നെ ഇതൊന്നും അധികം റിസ്ക് ഇല്ലാത്ത പണിയാണ് ഞങ്ങൾക്ക്. മറ്റുള്ളവരെ എന്താ പറയുക, പോലീസുകാരെയാണ് അവരവരെ എന്താ പറയുക റിസ്ക് എടുത്ത് അവർ ജോലി ചെയ്യണത്. ഇതങ്ങനെയൊന്നുമില്ല. ഇത് രാവിലെ വരിക, പണിയെടുക്കുക, ഉച്ചയാകുമ്പോൾ പോവുകയും ചെയ്യുക, അങ്ങനെയുള്ള ഇതാണ്. പിന്നെ ഇച്ചിരി അഴുക്കാവണ പണിയാണെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ മനസ്സറിഞ്ഞ് തന്നെ ഞങ്ങൾ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഞങ്ങൾ അഴുക്കായാലും സിറ്റി നല്ല ക്ലീനായിട്ട് വരുന്നുണ്ട്. ക്ലീനായിട്ടാണ്, പഴയതുപോലെയൊന്നുമല്ല. ഇപ്പോൾ ഒരു 90 95 ഇവിടെ കിടന്ന് കാണയൊക്കെ ഒരു വെച്ച് ഇപ്പം ഞങ്ങളുടെ കയ്യിൽ നല്ല നല്ല മെഷീനുകൾ വന്നിട്ടുണ്ട്. കാണയൊക്കെ മെഷീനും ആണ് ക്ലീൻ ചെയ്യണത്. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ കാണാൻ പാടില്ലെന്ന് അതല്ല അതിൻ്റെ സത്യാവസ്ഥ. രാത്രിക്ക് എല്ലാ കാണയും സക്കർ വെച്ച് വലിക്കുന്നുണ്ട്.
சந்தோஷம் தான். பொழப்புக்கு தான் செய்கிறேன், சாப்பாட்டுக்கு. இப்படி தான் சாப்பிட்றதுக்கு தான் எதாவது கிடைக்கும். ये शांति के खाना पीना चलता रहे दोनों टाइम, कोई दिक्कत नहीं है. पैसा ढेले की कोई वो नहीं है, पैसा ढेला आता जाता है. ये टीम टाइम अपने चलते रहे. जिंदगी के बारे में ये सोच रहा है कि जैसे अल्लाह ताला निकालेंगे. പ്രായമായ വയസ്സായ ആൾക്കാർ മക്കൾ നോക്കാതെ ഇവിടെ അറിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുറേ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഉണ്ട്. അവരെ നോക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഓഫനേജിലോട്ട് ഒന്ന് കൊണ്ടുപോകാൻ ആരെങ്കിലും ഒന്ന് താല്പര്യപ്പെടുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ ജീവിതത്തിൽ വളരെ ഹാപ്പിയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 24 കൊല്ലമായി. ഞാൻ പണ്ടോട്ടേ വളർന്ന സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ലൈഫ് ഇപ്പോൾ കുറച്ച് ബെറ്ററാണ്. ലൈക്ക് ഞാനിപ്പോൾ ജോലിക്ക് വന്നു തുടങ്ങിയോണ്ടിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏതൊക്കെയോ ഒരു പോയിന്റിൽ എൻ്റെ ഉമ്മാനെയും വാപ്പാനെയും എനിക്ക് സന്തോഷത്തോടുകൂടി വെക്കാൻ പറ്റുന്നുണ്ട്. ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് വുമൻ എനിക്കത് പറ്റുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും എനിക്കത് സാധിക്കുന്നുണ്ട്. ഭയങ്കര ബിഗ് ആയിട്ടല്ല ഞാൻ പറയുന്നത്, എന്നാലും എനിക്ക് അതാണ് എൻ്റെ ലൈഫിൽ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട്, ഒരു ചെറിയ അച്ചീവ്മെൻറ്റെങ്കിൽ അങ്ങനെ എനിക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ചെറിയൊരു സന്തോഷമാണ്. ഉച്ച സമയങ്ങളിൽ ഓരോ ജംഗ്ഷനുകളിൽ ഈ ഓരോ സംഘടനകൾ ഫുഡ് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിൽ ഓരോ ജംഗ്ഷനിലും ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് ഈ ഗേൾസ് ഹൈസ്കൂളിൻ്റെ മൂലക്കൊക്കെയാണ്. പ്രായ ആൾക്കാർ വന്ന് ആ പ്രായ ആൾക്കാരും അവിടെ ചെറിയ ചെറിയ പണികളൊക്കെ എടുത്ത് നടക്കുന്ന ആൾക്കാരും വന്ന് ഇതുപോലെയുള്ള ഭക്ഷണം മേടിക്കാനായിട്ട് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികളായിട്ടാണെങ്കിൽ മാസത്തിൽ ഞങ്ങളൊരു ടൂറ് പോകാൻ സാധ്യത ഉണ്ട്. ഞങ്ങൾ കൂടുതൽ പോകാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇത്രയും നാൾ സ്ട്രഗിൾ ചെയ്തതിനെക്കാട്ടിയും കുറച്ചും കൂടെ നന്നായിട്ട് ഞാൻ ജീവിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. ബിക്കോസ് എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഇത്ര നാൾ വന്നതിൽ ഞാൻ കുറേ ലൈക്ക് സഹിച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്ന് കുറച്ച് സന്തോഷം, ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ആവണമെന്നല്ല. എൻ്റെ ഉമ്മാനെയും അപ്പം എനിക്ക് അതാണ് ഏറ്റവും ലൈക്ക് പ്രയോറിറ്റി ഞാൻ കൊടുക്കണത്. അവരെ നല്ല രീതിക്ക് നോക്കാൻ പറ്റണം. ചെറിയ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് അങ്ങനെ തന്നെ പോകണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുഴപ്പമില്ല. എൻ്റെ മക്കൾ നല്ല രീതിയിൽ നോക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് അവരുടെ ഇപ്പോഴുള്ള ഇപ്പം ഞാൻ റിട്ടയർഡായ ഒരു എംപ്ലോയിയാണ്. പക്ഷേ അവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്നേഹവും വാത്സല്യവും ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സന്തോഷകരമായിട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാ രീതിയിലും എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവും. നമ്മൾ അവിടെ ഒരു ജീവിതമുള്ളൂ. അത് സന്തോഷകരമായിട്ട് എല്ലാവരും പോകണം. പ്രസൻറ്റാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. സോ മൈ മെസ്സേജ് ഈസ് ലിവ് ഇൻ ദ പ്രസൻസ്. ആരെയും ബുദ്ധിമുട്ടിക്കാതൊക്കെ നീണ്ടു പോയി കഴിഞ്ഞാൽ അതാണ് നല്ലതായിട്ട് തോന്നുന്നു. ഇഫ് യു ലിവ് ഫോർ ടുഡേ ഡെഫിനറ്റ്ലി ദ ഫ്യൂച്ചർ വിൽ ബി മോർ ബ്യൂട്ടിഫുൾ. ഇപ്പോഴത്തെ തലമുറ പൊതുവേ കുറച്ച് കാര്യങ്ങളിലൊക്കെ വീക്കാണ്. അവർ ഇതുപോലെ പല കേസുകളിലും വന്നു ചേരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് അല്ലെങ്കിൽ ക്ലാസ്സുകളും മറ്റുള്ള രീതിയിലൊക്കെ കൊടുക്കുന്നതിനും അവരത്രയും ഇതാണില്ല. അതായത് ക്രിമിനൽ കേസുകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കുറഞ്ഞു വരുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ വളരെയധികം കൂടിയിട്ടുണ്ട്. പിന്നെ ഡ്രഗ്സ് സംബന്ധമായിട്ടുള്ള കേസുകളും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റുള്ള അടിയിടി അങ്ങനെയുള്ള ക്രിമിനൽ കേസുകളിൽ വളരെയധികം കുറവ് ഈ കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. കുട്ടികൾ വളർത്താൻ നേരത്ത് അവരൊന്നിച്ചിരുന്ന് അച്ഛനും അമ്മയും മാതാപിതാക്കൾ എല്ലാവരെയും കൂടി ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും പിള്ളേരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ഉള്ള ഒരു സമയം കണ്ടെത്തണം. Everyone dreams of something or the other, and my dream,
I have fulfilled many of my dreams, and now I feel that there are more to go. That is being recognized as a good trainer, and I think in education field we have a lot of scope. Where I have come through 30 to 35 years, I have been working and I have come through. Now it's not like the earlier times. Here we have everything is at our finger point. So we can get updated. When we started working, we were not updated with many things here. So dream is to have a big crowd in front of me and being a very good trainer, helping others so that they remember and they come forward for many things. ഗോൾസ് ഒന്നും അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വലിയ സന്തോഷങ്ങളും വേണ്ട, വലിയ ദുഃഖങ്ങളും വേണ്ട, വലിയ ഉപദ്രവവും ആർക്കും വേണ്ട, അങ്ങനെ അങ്ങോട്ട് പോവാത്രേ ഉള്ളൂ. നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടം ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് വളരെയേറെ പ്രയാസം ജീവിക്കാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരു ജോലി കിട്ടാൻ വളരെയേറെ പ്രയാസം. വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ പഠിത്തങ്ങൾക്ക് തന്നെ ലക്ഷങ്ങളും കോടികളും വരെ ആകും. ഗാനങ്ങൾ രചിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, എഴുതാനും ഇഷ്ടമാണ്. അപ്പോൾ ജോലിയോടൊപ്പം കലയെയും ഒരേ തോണി കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം. ഏത് മേഖലയിലും എന്ത് മേഖല എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ വളരെയേറെ കോമ്പറ്റീഷൻ. മത്സരം ഇല്ലായില്ല, മത്സരം ഉണ്ട് തന്നെ. പക്ഷെ അതിനോട് എനിക്ക് താല്പര്യമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ഇത് ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് എല്ലാം ആസ്വദിക്കാൻ കഴിയും. എനിക്ക് അതിനോട് എല്ലാത്തിനെയും അല്ലെങ്കിൽ ഒരു തെറ്റ് ശരി എന്നുള്ളൊരു അർത്ഥത്തിൽ ഞാൻ ഇതിനെ കാണാറില്ല. ജീവിതത്തെ അങ്ങനെ കാണാറില്ല. അതേപോലെ ഇപ്പോൾ പുതിയ തലമുറയെക്കുറിച്ചൊക്കെ എല്ലാവരും പറയും പഴയ തലമുറയാണ് ഏറ്റവും വലിയ ഇതായിരുന്നു. ഇപ്പോഴത്തെ ഇത് ശരിയല്ല, കുട്ടികൾ ശരിയല്ല, കുട്ടികളുടെ ജീവിതം അതാണ്. മൊബൈൽ വന്നതിന് ശേഷമാണ് ഈ ഇത് വന്നത് എന്നൊക്കെ പറയുന്നതിനോടൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതാണ്. കാരണം ഈ പണ്ട് കാലത്ത് റേഡിയോ ഉണ്ടായിരുന്ന കാലത്ത് റേഡിയോ കേട്ട് ആണ് ഓരോ ഇപ്പോൾ ഒരു നാടകം, റേഡിയോ നാടകോത്സവത്തിൽ നാടകം കേൾക്കുമ്പോൾ ഈ നാടകത്തിൽ ഓരോ കഥാപാത്രങ്ങളെയും നമ്മളാണ് വസ്ത്രം കേൾക്കുന്ന ഓരോരുത്തരും ഒരു കഥാപാത്രത്തിൻ്റെ തന്നെ കോസ്റ്റ്യൂം, ഡ്രസ്സ്, മറ്റേ എല്ലാ ഡ്രസ്സും അതും എല്ലാം തന്നെ ഈ ഇരിക്കുന്ന നമ്മളുടെ മനസ്സിലെ രൂപമുണ്ടാകും. അപ്പോൾ തന്നെ അതിനൊരു സർഗാത്മകത അവിടെ ഉണ്ടല്ലോ. അതിന് പിന്നീട് ഇപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നൊരു മീഡിയം വന്നെന്ന് പറയുന്നത് തെറ്റെന്താ? എല്ലാവരെയും പോലെ സിനിമയിൽ അഭിനയിക്കുക എന്നതാണ് എൻ്റെയും ലക്ഷ്യം. അതിനുവേണ്ടി കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒരു നല്ല നടനാകുക, അതുവഴി എൻ്റെ കലയെ മറ്റുള്ളവർക്ക് ആസ്വദിക്കാനായിട്ട് അതിലൂടെ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഇഷ്ടത്തെ ഞാനെന്നും മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കും. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ട്, അതിലും വളരെയേറെ കോമ്പറ്റീഷൻ. ഇപ്പോൾ ഇടക്കാലങ്ങളിലായിട്ട് ഞാനൊരു അഭിനയ മേഖലയിലാണ്, അതിൽ സജീവമാകുന്നുള്ള പ്രതീക്ഷയിലാണ് നമുക്കൊരു ആഗ്രഹമുള്ള നമ്മുടെ പ്രതീക്ഷ സഫലീകരിക്കുന്നത്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാലായിരിക്കും ചിലപ്പോൾ ഒരു ചെറിയ കാര്യം നമ്മൾ നടക്കും എന്ന് പണ്ട് കാരണന്മാർ പറയുന്നുണ്ട്. നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ അഭിനയ മേഖലയാണെങ്കിൽ അവിടെയും കോമ്പറ്റീഷൻ ഒരുപാട് വളരെയേറെ പ്രയാസമാണ് ഇപ്പോൾ അഭിനയ മേഖലയാണെങ്കിൽ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് വിനിയോഗിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. केरला अच्छा लगता है मेरे को। आदमी लोग को ना मेरे बहुत पसंद करता है। मैं जैसे तमिलनाडु जैसा नहीं ना, इधर का आदमी लोग मेरे को अच्छा लगता है काम करने के लिए भी। जो कभी कभी दारू भी पी देता है तो कोई भाई लोग मेरे को बोलता है क्यों भाई इतना दारू पीता है, तेरा रूम किधर है, ऐसा बोल रहा है मेरे लोग को। इसलिए मेरे को पसंद आता है केरला में। ജീവിതമെന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതെ
ജീവിതമുണ്ട്, വിവാഹം കഴിച്ചുണ്ട്. വിവാഹം കഴിച്ചാണ് ജീവിതം. നമ്മൾക്ക് തുണയായിട്ട് ഭാര്യയും മക്കളും ആയിട്ട് അവരായിട്ട് ജീവിക്കണം. അതാണ് നമ്മുടെ ജീവിതം. വെറും ഒറ്റാന്തടിയായിട്ട് നടന്നാൽ ജീവിതമല്ല. ആഗ്രഹം, എനിക്ക് വിദ്യാഭ്യാസമില്ല. മക്കളെയൊക്കെ പഠിപ്പിച്ച് അവർക്ക് ഒരു ജോലി കിട്ടണം. എനിക്ക് എൻ്റെ ആഗ്രഹം. ഡോക്ടറാണ്, പോലീസുകാരാണ്, കള്ളൻ വരുമ്പോൾ പിടിക്കണം, പിന്നെ കൂട്ടിക്കൊണ്ടിടാം. എന്ന് പറഞ്ഞാൽ ഇത് ഒരു സന്തോഷമാണ്. ഇത് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമുക്ക് സന്തോഷമാണ്. അതേപോലെ ചില കുടുംബത്തിൽ ഈ ദുഃഖവുമുണ്ട്. നമ്മൾ കൂട്ടുകൂടി കഴിയുമ്പോൾ അവരായിട്ടുള്ള സന്തോഷം. വീട്ടിലൊന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ സന്തോഷം പോകും. അത് ഭാര്യമാരൊക്കെ വായിന്ന് വന്ന വർത്തമാനമായിരിക്കും സന്തോഷം ഇല്ല.